ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ അയൽവാസി താത്ത എനിക്ക് പള്ളിക്കഞ്ഞി കൊണ്ടുവന്ന് കുടിക്കുന്നൊരു കാഴ്ച. ആ വീഡിയോ വന്ന സമയത്ത് അതിൽ ഒരുപാട് ആളുകൾ നല്ല നല്ല കമൻ്റ് ഇട്ടിരുന്നു. കുറച്ച് ആളുകൾ അതിതീവ്ര മുസ്ലിം വിശ്വാസികളായിട്ടുള്ള ആളുകൾ, അതിതീവ്ര ഹിന്ദു വിശ്വാസികളായിട്ടുള്ള ആളുകൾ, രണ്ടുപേരുടെയും കമൻറ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് ഒരേപോലെയാണ് തോന്നുന്നത്. ഒരു അമ്മ പെറ്റ മക്കളെ പോലെ. ഇപ്പോഴും തീവ്രതയ്ക്ക് അങ്ങനൊരു സംഗതിയുണ്ട്. അത് കൂട്ടി ഒരുമ്പി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരുപോലെ ആയിരിക്കും. ഞാനെന്ന വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ വീഡിയോ ചെയ്തതിൽ ഞാൻ പരമാർത്ഥമല്ലാത്തൊരു കാര്യവും പറയാറില്ല. ഈ സമൂഹത്തിൽ നടക്കുന്ന വൃത്തികേടുകൾക്കെതിരെ എന്നും പ്രതികരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതിൽ കൂടുതൽ കഥാപാത്രങ്ങളായി വന്നിട്ടുണ്ടാവുക മുസ്ലിം മതങ്ങളിലെ ആളുകളായിരിക്കാം. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അത് തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് ഞാനൊരു വില്ലനായിട്ടും തീവ്ര ഹിന്ദുത്വവാദികൾക്ക് ഞാനൊരു നായകനായിട്ടും തോന്നാം. സ്വാഭാവികം. ഞാനെന്നും എൻ്റെ ശരികളിൽ യാത്ര ചെയ്യുന്ന ആളാണ്. മറ്റുള്ളവരുടെ ശരികളെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും അഭിനയിച്ച് തെളിയിക്കാറുമില്ല. എൻ്റെ ശരികൾ മാത്രമാണ് ഞാൻ നോക്കാറുള്ളൂ. ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഞാൻ അതെൻ്റെ മനസ്സിലിട്ട് ചിന്തിച്ച് അതിനൊരു ഉത്തരം കണ്ടെത്തി ആ ഉത്തരമാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നും എൻ്റെ ശരികളിലൂടെ യാത്ര ചെയ്യുന്നവനാണ് ഞാൻ. മറ്റുള്ളവരെ സൂചിപ്പിക്കാമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നും അങ്ങനെയാണ്. ചില ആളുകൾ അതിൽ പറയുന്നേക്കാം വീഡിയോയിൽ, ഉണ്ണി നോമ്പെടുക്കാറുണ്ടോ, ഉണ്ണി ഇനി എന്നാണ് നോമ്പെടുക്കുന്നത് എന്നൊക്കെ. അങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആളുകൾ അങ്ങനെ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരുടെ ഒരു ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്നും അഭിനയിക്കാറില്ല എൻ്റെ ജീവിതത്തിൽ. എനിക്ക് നോമ്പ് നോക്കാത്ത തന്നെ എൻ്റെ വീട്ടിലോട്ട് ഈ പറയുന്ന നോമ്പ് തുറ സാധനങ്ങൾ എത്തും. അതിന് ഞാൻ നോമ്പ് നോക്കുന്നുണ്ടെന്ന് അവരോട് പറയേണ്ട കാര്യമില്ല. അതങ്ങനെയാണ്. ഇതെല്ലാം പണ്ടും ഞാൻ പറയുന്ന കാര്യം. ഏത് തന്നെയായാലും ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ജീവിതത്തിൽ. ഞാൻ സ്നേഹം കൊടുത്താൽ അവരെനിക്ക് സ്നേഹം തിരിച്ചു തരണം. വേണ്ടേ? ഞാൻ ഭക്ഷണം കൊടുത്താൽ അവരെനിക്ക് ഭക്ഷണം തിരിച്ചു തരണം. അങ്ങനെയാണ്. അവരെനിക്ക് സ്നേഹം തന്നാൽ ഞാൻ തിരിച്ച് സ്നേഹം കൊടുക്കണം. അവർ ഭക്ഷണം തന്നാൽ ഞാൻ തിരിച്ച് ഭക്ഷണം കൊടുക്കണം. ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആരോടും പ്രത്യേക വെറുപ്പുകളൊന്നുമില്ല. ഞാൻ എൻ്റെ വിശ്വാസങ്ങൾ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന ആളാണ്. അതിനോടൊപ്പം തന്നെ എൻ്റെ ഹൈന്ദവ മതത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴൊക്കെ ഞാൻ അതിൽ ഇടപെടാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതിനപ്പുറത്തോട്ടൊരു വ്യക്തിയോടും അധികം വൈരാഗ്യം കൊണ്ടു നടക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്കതിന് താല്പര്യമില്ല. പിന്നെ തീവ്രമായിട്ട് ചിന്തിക്കുന്ന ഇവിടുത്തെ എന്താ പറയുക, ഹിന്ദുത്വവാദികളായിട്ടുള്ള ആളുകളോട് പറയുകയാണ്, പലപ്പോഴും നിങ്ങളൊക്കെ ഫേക്ക് ഐഡിയിലൂടെ വന്നിട്ട് ആണത്തം തെളിയിച്ച് പോകുന്നവരാണ്. ഞാൻ ഈ മുഖം വെച്ചിട്ട് കുറേ കാലമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ എൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന ആളാണ്. ഞാനതിന് ആരെയും പേടിക്കാറില്ല. തല പോയാലും പേടിക്കുമില്ല. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന എന്താ വെച്ചാൽ ഞാനെന്തോ വലിയൊരു എന്താ പറയുക മനം മാറ്റത്തിൻ്റെ ആളായി മാറി, എങ്ങോട്ടോ ഒരു ചായ്വുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആയിരിക്കാം. അതും എൻ്റെ ചിന്തകളാണ്, അതും എൻ്റെ ശരികളാണ്, വേറൊന്നുമല്ല. ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഹൈന്ദവ സമൂഹത്തെ ഉയർത്തി കൊണ്ടുവരണമെന്ന്. ഞാനത് നന്നായിട്ട് ചിന്തിക്കുന്നുണ്ട്, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിവിടെ പല ആളുകൾക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ ഒരു മതത്തിനെ ഇല്ലാണ്ടാക്കിയിട്ടോ ഒരു മതത്തിൻ്റെ വിശ്വാസങ്ങൾ ഇല്ലാണ്ടാക്കിയിട്ടോ അല്ല എൻ്റെ മതത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുക എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. എനിക്ക് വേണ്ടത് മറ്റുള്ള മതങ്ങളോട് ഫൈറ്റ് ചെയ്യല്ല. എൻ്റെ ഹൈന്ദവ സമൂഹത്തിലെ ഒരുപാട് ആളുകൾ, പാപം പിടിച്ച മനുഷ്യന്മാർ, അവർക്കൊരു നേരത്തെ ആഹാരമോ ഒരു നേരത്തെ മരുന്നോ ഒരു കുഞ്ഞിൻ്റെ പഠനമോ ഒരു കുഞ്ഞിൻ്റെ കല്യാണമോ ഒരാളുടെ ചികിത്സയോ, ഇതൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ. അതിലൂടെയൊക്കെയാണ് ഹൈന്ദവ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റൂ എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അല്ലാതെ ഞാൻ കുറേ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രിസ്ത്യാനികളെ കുറ്റം പറഞ്ഞതുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. ഞാൻ എന്തിനാണ് കുറ്റം പറയുന്നത്? ഒന്ന്, ഇസ്ലാം മതത്തിലോട്ട് മതം മാറിപ്പോയി എന്നുള്ള പേരിൽ. ആ മതം മാറിപ്പോകാനുള്ള കാരണം എന്താണ്? അതിനെക്കുറിച്ച് ആദ്യം പഠിക്കണം. രണ്ടാമത്, ക്രിസ്തു വിഭാഗവുമായിട്ട്, അത് പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാരുമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫൈറ്റ് ചെയ്യാറുണ്ട് ഓൺലൈനിൽ. അതിൻ്റെ കാരണം എന്താണ്? ഹിന്ദുക്കളെ മതം മാറ്റുന്നു എന്നുള്ള കാരണം കൊണ്ട്. ഈ രണ്ട് കാരണത്തിനും ഉത്തരം ഒന്നാണ്. എന്താണ്? ഹൈന്ദവ സമൂഹം ഉയർച്ചയിലെത്താത്തതാണ് ഇതിൻ്റെ പ്രശ്നം. ഈ ഉയർച്ച എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സാമ്പത്തികപരമായിട്ടുള്ള മാത്രമല്ല ഉയർച്ച.
ആത്മീയമായിട്ടും ഇവർക്ക് ഉയർച്ച ഉണ്ടാകുന്നില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഹൈന്ദവ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് ആത്മീയമായിട്ടും അല്ലാതെയും അവരുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ മതം മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. അതിലൂടെ മാത്രമേ ഹൈന്ദവ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റൂ എന്ന് 100% ഉറപ്പാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് ഒന്നുമില്ല. കുട്ടികൾക്ക്, പെൺകുട്ടികൾ മതം മാറി പോകുന്നുണ്ട് എന്നുള്ള പ്രശ്നം അതിപ്പോൾ മുസ്ലിം മതത്തിൽ നിന്നും പോകുന്നുണ്ടല്ലോ, ക്രിസ്തു മതത്തിൽ നിന്നും പോരുന്നുണ്ടല്ലോ, അതൊക്കെ എല്ലാ മതത്തിലും പോകുന്നുണ്ട്. നമ്മളെ കുട്ടികൾ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾ കൂടുതലായിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മതത്തെ അവർ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മളെ മതത്തെക്കുറിച്ച് അവർ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനാദ്യം അവരുടെ അച്ഛനമ്മയും പഠിപ്പിക്കണം ഈ പറയുന്ന മതം എന്താണെന്ന്, ഈ മതത്തിൻ്റെ സംസ്കാരം എന്താണ്, വിശ്വാസം എന്താണെന്ന് ഈ അച്ഛനമ്മേനെയും പഠിപ്പിച്ചതിന് ശേഷം ഇത് മക്കളിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ഓരോ ഹൈന്ദവ കുടുംബത്തിലെയും കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അച്ഛനമ്മയൊക്കെ ഭയങ്കര ലിബറലാണ്, അവർ ഭയങ്കര മതേതര ചിന്താഗതിക്കാരാണ്. സ്വന്തം മതത്തിന് വില കൊടുത്തിട്ടില്ലെങ്കിലും മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കുന്നവരാണ്. സോ അവരുടെ മക്കൾ സ്വാഭാവികമായിട്ടും ആ രീതിയിലേട്ടേ പോവുള്ളൂ. അപ്പോൾ അറിവുകൾ കൊടുത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ഹിന്ദു മതം വിട്ട് ഒരാൾ പോവാതിരിക്കുള്ളൂ. അത് തിരിച്ചറിഞ്ഞവനാണ് ഞാൻ. അതിനുവേണ്ടിയാണ് രക്ഷണം എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ഞാൻ സ്ഥാപിക്കുകയും അതിലൂടെ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്നതും. വളരെ ചെറിയ നിസ്സാരമായിട്ടുള്ള 1000, 2000, 3000 രൂപയുടെ കേസായിരിക്കും ഇടപെടുന്നത്. പക്ഷെ അത് ഇടപെടേണ്ട സമയത്തായിരിക്കും അത് ചെല്ലുക. അങ്ങനെ ഓരോ കേസുകളും നമ്മൾ ചെയ്യും. ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് എത്ര ലക്ഷം രൂപയുടെ സഹായങ്ങൾ നമ്മൾ കൊടുത്തു എന്നറിയോ? ഇതൊന്നും മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞാലോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ കുറ്റം പറഞ്ഞാലോ എനിക്ക് ഇവരെ സഹായിക്കാൻ പറ്റില്ല. പകരം ഹിന്ദുക്കൾക്കുള്ളിൽ തന്നെ ഹിന്ദുക്കൾക്ക് ഒരു ഏകീകരണം ഉണ്ടാക്കി അവരിലൂടെ സാമ്പത്തികമായിട്ട് സഹായിച്ച് ഇവരെ ഉയർത്തിക്കൊണ്ടുവരും. ഞാൻ ഈ രക്ഷണം എന്ന് പറയുന്ന കുടുംബത്തിലോട്ട് ഹൈന്ദവ മതത്തിൽ ജീവിക്കുന്ന ആളുടെ കയ്യിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് ഒരാളുടെ കയ്യിൽ നിന്നും പണം വാങ്ങുന്നില്ല. കാരണം എന്താണ്? കാരണം വേറൊന്നുമല്ല, ഹൈന്ദവ മതം ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ഇവിടുത്തെ ഹൈന്ദവ മതക്കാരുടെ ഉത്തരവാദിത്തമാണ്. അവരതിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോഴാണ് നമുക്കുള്ളിലെ പട്ടിണിയും നമ്മൾക്കുള്ളിലെ മതമാറ്റങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അവരെ വെച്ച് തന്നെ ഞാൻ ഈ കമ്മ്യൂണിറ്റിയെ ഉയർത്തിക്കൊണ്ടുവരും. അതുകൊണ്ടാണ് മറ്റു സമുദായത്തിൽ നിന്നും ഈ പറയുന്ന സംഭാവനകൾ സ്വീകരിക്കാത്തത്. പല ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, പല മതത്തിൽപ്പെട്ട ആളുകൾ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഞങ്ങൾ എന്തെങ്കിലും സംഭാവന തരട്ടെ, ഞങ്ങളുടെ സംഭാവന സ്വീകരിക്കുമോ? ഞാൻ പറഞ്ഞു ഇല്ല, സ്വീകരിക്കില്ല. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം ഇത് തന്നെയാണ്. ഹൈന്ദവനെ ഉയരേണ്ടത്, ഹൈന്ദവനെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ഹൈന്ദവൻ്റെ ഉത്തരവാദിത്തമാണ്. ഇവിടെ മുസ്ലിം സമുദായത്തിലെ ആളുകളെ അവരെങ്ങനെയാണോ ഉന്നമനത്തിലോട്ട് എത്തിച്ചത്, ഉന്നതിയിലോട്ട് എത്തിച്ചത്, അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചിലത് നമ്മൾ ഇസ്ലാം മതത്തിൽ നിന്നായാലും ക്രൈസ്തവ മതത്തിൽ നിന്നായാലും പഠിക്കേണ്ടതാണെങ്കിൽ നമ്മൾ പഠിക്കണം. തള്ളിക്കളയേണ്ടത് നമ്മൾ തള്ളിക്കളയേണ്ട വിഷയങ്ങളെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ സംസാരിക്കാറുള്ളത്. എടുക്കേണ്ട സാധനങ്ങൾ, അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും മതം കൊണ്ട് എടുക്കണം. അത് നമ്മൾ നമ്മുടെ ആളുകളോട് കൊണ്ടുവരണം. മനസ്സിലായുണ്ടോ? അപ്പോൾ ഒരു നോമ്പ് കഞ്ഞി കുടിച്ചത് കൊണ്ട് ഉണ്ണി മുസ്ലിം ആകാൻ പോവുകയാണോ, മുസ്ലിങ്ങളുടെ അടുത്ത് നിന്ന് ഉണ്ണി എന്തോ സമ്പാദിക്കാൻ പോവുകയാണെന്നൊന്നും ആരും കരുതണ്ട. ഉണ്ണിക്ക് ആരുടെ ഒന്നും വേണ്ട. ഇത്രയും കാലം ആരൊന്നും ഉണ്ടായിട്ടല്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്. സാമ്പത്തിക ഇല്ലായ്മ, വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒരാളത്തേക്കും പോയിട്ടില്ലല്ലോ. ഉണ്ടോ? അങ്ങനെ ഇവരെ സുഖിപ്പിച്ചിട്ട് വല്ലതും നേടാനായിരുന്നെങ്കിൽ ഞാനത് ആദ്യമേ ചെയ്തേനെ. ഇവിടെ ഓരോരുത്തർ ഇവരെ സുഖിപ്പിച്ചുകൊണ്ട് ഓരോ വീഡിയോ ചെയ്തിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ലക്ഷങ്ങൾ ഇല്ലേ? പക്ഷെ ഞാൻ ആ പണിക്ക് നിൽക്കാറില്ല. കാരണം എന്താണ്? അതല്ല എൻ്റെ ജീവിത മാർഗം. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ അവകാശികളായിട്ടുള്ള കുറേ ആളുകളുണ്ട് ഈ സമൂഹത്തിൽ, അവരെ കയ്യിലോട്ടെത്തും. അതൊരു മാസം അവസാനമാകുമ്പോഴത്തേന് എങ്ങനെ പോയാലും ഒരു 10, 12, 13 രൂപ എനിക്ക് ആ വഴിക്ക് പോകും. അത്രയ്ക്ക് എനിക്ക് യൂട്യൂബിൽ നിന്നും ഈ പറയുന്ന ഫേസ്ബുക്കിൽ നിന്നൊക്കെ വരുമാനം കിട്ടുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? കോടികൾ, ലക്ഷങ്ങളൊന്നും കിട്ടുന്നില്ല. അതിലൊന്നുമില്ല പടിയൊന്നും ഞാൻ എടുക്കുന്നില്ല. ഞാൻ എൻ്റെ ഇതെല്ലാം കാണിച്ചു തരാം. ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 20 പൈസയാണ്. ഡോളറിൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ 20 പൈസ. ഒരു ഡോളർ പോലും ഉണ്ടാവാറില്ല ചില വീഡിയോയ്ക്ക്. ഇതുകൊണ്ട് ഞാൻ എങ്ങനെ ലക്ഷപ്രഭു ആവും? അപ്പോൾ ഇതെല്ലാം കൂടി തട്ടിക്കൂട്ടി യൂട്യൂബിൽ നിന്ന് അവിടെ നിന്നൊക്കെ പാടെ വരുന്ന കൂട്ടി ചിലപ്പോൾ ഒരു 10 രൂപ 12 രൂപ മാസം വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് എനിക്ക് കുറേ ആളുകളുണ്ട് ഇതുപോലെ. അവർ ആ സമയമാകുമ്പോൾ എന്നെ അങ്ങോട്ട് വിളിക്കും. അവർക്ക് മരുന്ന് വേണം, അത് വേണം, ഇത് വേണം, അതൊക്കെ അങ്ങനെ പോകും. പക്ഷെ ഞാനതിൽ സംതൃപ്തനാണ്, ഞാനതിൽ സന്തോഷിക്കുന്നുണ്ട്. എനിക്ക് ഇന്ന് ലക്ഷങ്ങൾ കിട്ടണമെന്ന് ഒരു ആഗ്രഹമില്ല.
എനിക്കങ്ങനെ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഹിന്ദുത്വവും ഈ പറയുന്ന ഹിന്ദുക്കളെ ഉന്നമനത്തേക്ക് എത്തിക്കാനൊന്നും ഞാൻ നടക്കില്ല. ഞാൻ ഇതിന്ന് ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ട് മിണ്ടാണ്ട് വീട്ടിലിരിക്കും. ഇവിടെ പല ആളുകളും ചെയ്യുന്ന പരിപാടിയാണത്. അപ്പോൾ ആർക്കെങ്കിലും വേണ്ടി അഭിനയിക്കാനും സുഖിപ്പിക്കാനൊന്നും എനിക്കറിയില്ല. എൻ്റെ റൂട്ട് ഇതാണ്. ഇതിൽ പോയിട്ടേ ഇതിൽ തന്നെയായിരിക്കും ഞാൻ പോവുക. ഇതിൻ്റെ അപ്പുറത്തോട്ട് മാറ്റൊന്നുമില്ല. പിന്നെ ഇപ്പം ഈ ചെയ്യണമൊന്നും ഇന്ന് തട്ടിക്കൂട്ടി ചെയ്യുന്നൊരു കാര്യമല്ല. ഇതൊക്കെ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ വർഷങ്ങളായിട്ട് നമ്മുടെ ദിനചര്യയിൽപ്പെട്ട സാധനങ്ങളാണ്. മനസ്സിലായോ? ഈ കൊണ്ടും കൊടുത്തും ജീവിക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിൽപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് കാണുമ്പോഴത്തേനും ഉണ്ണി മതം മാറാൻ പോവുകയാണോ, ഉണ്ണിക്ക് അത് ഉണ്ണിന് എത്ര കാലങ്ങൾ കാണണം. അന്നും ഇന്നും ഉണ്ണി ഒരുപോലെയാണ്. അന്നും ഈ പറയുന്ന കൊടുമ്പിരി കൊള്ളുന്ന സംഖ്യയായിരിക്കുമ്പോഴും ഞാൻ എൻ്റെ അയൽവക്കത്ത് ഇങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. കൊണ്ടും കൊടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിയും ഓണത്തിനും പെരുന്നാളിനും ഈ പറയുന്ന വിഷുവിനും എല്ലാം ഞങ്ങൾ കൂടിയാടിയിട്ടാണ് പോണത്. മനസ്സിലായോ? ഇന്ന് പാലക്കാട് ഞാൻ താമസിക്കുമ്പോൾ ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന നേരെ മുമ്പിലാണ് ഈ പറയുന്ന താത്തയുടെ വീട്. അവിടുത്തെ കുട്ടികളായിട്ട് ഞാൻ ഭയങ്കര സൗഹൃദത്തിലാണ്. ചെറിയ കുട്ടികളാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കും കുട്ടികൾക്ക്. അപ്പോൾ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സന്തോഷം കിട്ടുമ്പോൾ തിരിച്ചു വരും. ഇതൊക്കെ ഇങ്ങനെയാണ്. പ്രത്യേകിച്ചൊരു മലപ്പുറംകാരനായിട്ടുള്ള ഞാൻ എനിക്കൊന്നും ഒരു പരിധിക്ക് മേലെ ഈ പറയുന്ന പോലെ തീവ്ര നിലപാടൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ അങ്ങനെ ജീവിച്ചു പോകുന്നവരാണെന്നേ. മറ്റുള്ളതെടുത്ത് എനിക്കറിയില്ല. അത് മാത്രം നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കൂ. അതിൽ ലൈക്ക് അടിച്ചിരിക്കുന്നത് മുഴുവൻ സംഘികളായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ സംഘികളെന്ന് പറയുമ്പോൾ അവർ ഇസ്ലാം വിരോധികളാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. എന്നാൽ ആ കൂട്ടത്തിൽ 1-2 എണ്ണമൊക്കെ ഉണ്ടാവും. 1000 പേരുണ്ടാവും, ചിലപ്പോൾ 1-2 ഒക്കെ ഉണ്ടാവും. ബാക്കിയുള്ളവർക്കൊക്കെ ഇത് സമൂഹത്തെ ഉൾക്കൊള്ളാനും എല്ലാവരും സഹകരിച്ച് പോകാനൊക്കെ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ യാതൊരു ബന്ധമില്ലാതെ ഈ പറയുന്ന മുസ്ലിം കൂട്ടത്തിലുമുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിലുമുണ്ട് ഭയങ്കര തീവ്രവാദം പറയുന്ന ആളുകൾ. അതിനൊന്നും വലിയ കഥയൊന്നുമില്ല. ഞാൻ എപ്പോഴും ആ സമൂഹത്തിലെ തെറ്റ് ചെയ്യുന്നവരെയാണ് ഞാൻ എതിർത്തിട്ടുള്ളത്. ആ സമൂഹത്തിനൊന്നും എതിർത്തിട്ടില്ല എവിടെയും. അതിൻ്റെ ആവശ്യമില്ല എനിക്ക്. അതിൽ തെറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഞാൻ എടുത്ത് കാണിക്കാറുണ്ട്. ചില ഞരമ്പന്മാരെടുത്ത് കാണിക്കാറുണ്ട്. കുട്ടികളെ പീഡിപ്പിക്കുന്ന ആളുകളെ, അതായത് സ്വർഗരതിയായിട്ടുള്ള ആളുകളെ, ഇവരൊക്കെ ഞാനെടുത്ത് നന്നായിട്ട് കുടയാറുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യും, ഇനിയും ചെയ്യും. പക്ഷെ അത് കരുതിയിട്ട് എനിക്ക് മുസ്ലിങ്ങളോട് വെറുപ്പാണോ, എനിക്ക് അവരെ കാണുന്ന വെറുപ്പാണോ എന്നുള്ള ആ രീതിയിലുള്ള സാധനമൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റിക്കോ. എൻ്റെ സൗഹൃദത്തിൽ ഇന്നും ഒരുപാട് ആളുകൾ മുസ്ലിങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, എന്നും ഉണ്ടാവും. എന്നെ വേണ്ടാത്തവരും ഉണ്ട്. ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങിയ ശേഷം എന്നെ ഒഴിവാക്കി പോയ മുസ്ലിം സൗഹൃദങ്ങളും ഉണ്ട്. പോയി. ഞാൻ അവരുടെ പിന്നാലൊന്നും പോയിട്ട് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞു പോണ ആളല്ല ഞാൻ. അത് എൻ്റെ ക്യാരക്ടറാണ്. എനിക്കങ്ങനെ ഒരാളെൻ്റെ ജീവിതത്തിൽ പോയത് ഞാൻ അവരെ പുറകെ പോവില്ല. അവർക്ക് ശരിയാണെന്ന് തോന്നുന്ന സമയത്ത് അവർ വരട്ടെ. ഞാൻ അങ്ങനെയാണ്. ഞാൻ ഇന്നേവരെ അവർക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ടാവില്ല. ഉപകാരം മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. എന്നിട്ടും എന്നെ കാണുമ്പോൾ തലതിരിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലല്ലേ ഞാൻ അവരെ പിന്നാലെ പോകേണ്ട ആവശ്യമുള്ളൂ. ഞാൻ അങ്ങനെ ഒന്നും ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്നവനല്ല. എൻ്റെ ജീവിതം ഇങ്ങനെയാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടിയാണ് ഈ ട്രാക്ക് മാറ്റുന്നത് എന്നുള്ളതൊന്നും പറഞ്ഞ് ചിരിപ്പിക്കരുത് തന്നെ. കാരണം അതൊക്കെ മാറ്റായിരുന്നെങ്കിൽ ഇവിടെ പല ആളുകളും മുസ്ലിം സമുദായത്തെ പൊക്കി പറഞ്ഞ് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആളുകളുണ്ട്. എന്തിനേറെ നോമ്പ് നോക്കുന്നുണ്ട് ഞങ്ങളെന്ന് പറഞ്ഞിട്ട് നടക്കുന്നവരുണ്ട്. അതായത് അവരുടെ സംസ്കാരത്തിൻ്റെ ഒന്നും അവരുടെ കയ്യിലുണ്ടാവില്ല. എന്നാൽ മുസ്ലിം മതത്തിൻ്റെ ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്, മുസ്ലിം മതത്തിൽ ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട്, ഞാൻ നോമ്പ് നോക്കുന്നു, എൻ്റെ കുട്ടി നോമ്പ് നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർമാർ വരും ഫേസ്ബുക്കിലും അവിടെയൊക്കെ. അവരുടെയൊക്കെ ഉദ്ദേശം എന്താണ്? അതുപോലെയൊന്നും ആവാൻ ഉണ്ണിയെ കിട്ടൂല. എനിക്കങ്ങനെ സൂചിപ്പിച്ചിട്ടൊന്നും നേടാനുമില്ല. ഞാൻ ഉള്ള കാര്യം പറയാം. എന്നെ അറിയുന്നവർക്ക് ഞാൻ ആരാന്നറിയാം, എൻ്റെ സൗഹൃദം അറിയാം. അത് എന്നെ അറിയണമെങ്കിൽ 2 ദിവസമെങ്കിലും മിനിമം എൻ്റെ കൂടെ നടക്കണം. അപ്പോഴാണ് ഉണ്ണി എന്താണെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ ലാസ്റ്റായിട്ട് പറയുകയാണ്, മറ്റു മതങ്ങളെ ഇല്ലാതാക്കിയിട്ട് ഒരിക്കലും ഹിന്ദു മതത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. അവർക്ക് വേണ്ടത് മറ്റു മതങ്ങൾ തകരുക എന്നുള്ളതല്ല, അവരുടെ ജീവിതം സേഫാകുക. അവർ കുറേ സമൂഹത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർ താനെ ഉയർന്നോളും. അവരെവിടെയും മതം മാറിപ്പോവില്ല. അവർക്ക് മതം മാറിപ്പോകാനുള്ള സാഹചര്യം ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. ഇത്ര ചെയ്താൽ മതി. ഹിന്ദുമതം ഇവിടെ നിലനിൽക്കും. എൻ്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ.
അത് ഞാൻ രക്ഷണം എന്ന് പറയുന്ന വഴിയിലൂടെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്യും. ഇതല്ല, ഒരു 2 മാസം കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേറെ ലെവലിലോട്ട് അതെത്തും, എത്തിക്കും ഞാൻ. അതെൻ്റെ ഒരു ആഗ്രഹം, മനസ്സിലായില്ലേ? ആ സമൂഹത്തിന് വേണ്ടി ഒന്ന് നിൽക്കണം. അവരൊന്ന് ഉയർന്നു വരുന്നവരെ, അത് കഴിഞ്ഞ് ചിലപ്പോൾ ഞാനതൊക്കെ നിർത്തിന്ന് വരും. അവരൊന്ന് ഉയർന്നു വന്ന് അവരൊന്ന് സ്റ്റാൻഡാകുന്നവരെ ഞാൻ അവരെ കൂടെ ഉണ്ടാവും. അത് ചിലപ്പോൾ ഭഗവാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യമായിരിക്കും. അത് ചെയ്യാണ്ട് ഒരുപാട് പ്രാവശ്യം നോക്കി അതിന് ഒഴിവാകാനൊക്കെ, വേണ്ട ഇതൊന്നും വേണ്ട, അതൊന്നും ചെയ്യേണ്ട. പക്ഷേ മാനസികമായിട്ട് എനിക്ക് അതൊന്നും കഴിയുന്നില്ല. നമ്മളെ വീണ്ടും 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 അതിലോട്ട് കൊണ്ടുവന്നു. പിന്നെ അത് ഏറ്റെടുക്കാം, അത് ചെയ്യാം എന്നുള്ള ഒരു ധാരണയിലെത്തി. അങ്ങനെയാണ് തുടങ്ങിയത്. അത് ഞാൻ പറഞ്ഞില്ലേ, അതതിൻ്റെ വഴിക്ക് നടക്കും. അപ്പോൾ ശരിയെന്നാ, ഇനിയിപ്പോൾ ഇങ്ങനെ പല വീഡിയോയും കാണും. അപ്പോൾ അത് മതം മാറിയതാണ്, മതം മാറാൻ പോവാണെന്നുള്ള കഥ പറഞ്ഞൊന്നും വരും. എനിക്ക് അങ്ങനെയൊന്നും പറഞ്ഞു വരില്ല കേട്ടോ, എനിക്ക് ചിരി വരും അതുകൊണ്ടാണ്. ശരിയെന്നാ.